എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 2025 വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതാണ്. ചിലർക്കൊന്നും അറിയണ്ടാവില്ല ഈ വിഷൻ ബോർഡ് എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇന്നതാവണം ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒരു ബോർഡിൽ ഒട്ടിച്ചേക്കുന്നതാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 2025 ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് ഇരിക്കുക. അപ്പം അതിൻ്റെ ഒരു ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോണതിൻ്റെ ഒരു ഫോട്ടോ അതിൽ സ്റ്റിക്ക് ചെയ്യുക. ഇനി നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ആപ്പാണ് പരിചയപ്പെടുത്തിയിരുന്നത്. ഫസ്റ്റ് വൺ പിൻട്രസ്റ്റ്, സെക്കൻഡ് വൺ ക്യാൻവ. ഫസ്റ്റ് നമുക്ക് പിൻട്രസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ താഴത്ത് ഒരു സെർച്ച് ഐക്കൺ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് സെർച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ വിഷൻ ബോർഡ് ഫോട്ടോസ് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അതിൽ തന്നെ കുറേ ഫോട്ടോസ് നമുക്ക് വേണ്ടത് കിട്ടും കേട്ടോ. സെർച്ച് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറേ ഫോട്ടോസ് കാണാം. ഇപ്പം ഞാൻ എന്താ ഒരു ഫോട്ടോ എടുത്ത് അത് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ഇമേജ് നിൽക്കിയാൽ തന്നെ അത് ഡൗൺലോഡ് ആയിക്കോളും നിങ്ങളെ ഗാലറിയിലേക്ക്. അങ്ങനെ ഞാൻ ഓരോ ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ വിഷൻ ബോർഡിൽ വെറും ഫോട്ടോസ് തന്നെ ആവണമെന്നില്ല, കുറച്ച് കോഡ്സൊക്കെ നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. എൻ്റെ ഗോൾസ് ആയിരിക്കണം എന്നില്ലല്ലോ നിങ്ങളുടെ, ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ഗോൾസ് ആയിരിക്കും. അതിനനുസരിച്ച് ആ സെർച്ച് ബാറിൽ പോയിട്ട് സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. എനിക്ക് ക്രോഷ പഠിക്കണം എന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഓരോ കരിയർ ഗോൾസ്, ഫിറ്റ്നസ്, സെൽഫ് കെയർ, അതിൻ്റെ ഓരോന്നായിട്ട് നിങ്ങൾ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് വേണം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ. എനിക്ക് ഓൾറെഡി അറിയാം, ഞാനൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാൻ ഇതാ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിയാറായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് പോവാം. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സൊക്കെ ഒരു A4 ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാൻവ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ വിഷൻ ബോർഡ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ കുറേ ടെംപ്ലേറ്റ്സ് കിട്ടും. അതിൽ ഫോട്ടോസൊക്കെ ചേഞ്ച് ആക്കിയാൽ മതി. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഞാനൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോട്ടോൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ ഫോട്ടോ ആണോ അവിടെ കൊടുക്കേണ്ടത് അത് ഓരോന്നും മാറ്റി കൊടുക്കുക. ഇതിൽ എല്ലാം ഉണ്ട് കേട്ടോ, സൈസ് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡല്ല യൂസ് ചെയ്തത്. ഞാനൊരു A4 ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ട് അതിൽ ഫോട്ടോസൊക്കെ ഞാൻ ആക്കിയതാണ്. എനിക്ക് ഇങ്ങനെ ആക്കിയതാണ് ഒരു ഇഷ്ടമായി തോന്നിയത്. അതും കുറേ ഞാൻ ഫോട്ടോസ് ഒരു A4 ഷീറ്റിൽ തന്നെ കുറേ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 20 ഫോട്ടോസൊക്കെ ഉണ്ടാവാതെ കേട്ടോ ഒരു A4 ഷീറ്റിൽ തന്നെ. ആദ്യം ഞാൻ 2 A4 ഷീറ്റിലായിരുന്നു പ്രിൻ്റ് എടുത്തിരുന്നത്. ഒരു A3 സൈസിൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അതിൻ്റെ സൈസ് ചെറുതായി തോന്നിയപ്പം 2 കൂടി പ്രിൻ്റ് എടുത്ത് വന്നു. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ അടുത്ത് ഫോം ബോർഡൊന്നുമില്ല, അതുകൊണ്ട് കാർഡ്ബോർഡ് ഷീറ്റിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഓർഡറിൽ വെച്ചിട്ടാട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് മാറ്റാം. എനിക്കിതാണ് ഒരു സ്യൂട്ടായിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെ നടുവിൽ ഒരു 2025 എന്നുള്ള ഒരു ചെറിയൊരു കട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, അത് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഈ പേപ്പേഴ്സൊക്കെ കാർഡ്ബോർഡിലോട്ടേക്ക് ഒട്ടിക്കട്ടെ. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇതെല്ലാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്യണമല്ലോ. ഇത് വലിയൊരു ചാർട്ടാണ്, അതാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതാ നമ്മളെ വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷൻ ബോർഡാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.